നമ്മൾ മലയാളികൾ ഒരാൾ നല്ല അഭിനേതാവാണെന്ന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു അഭിനേതാവിൻ്റെ അഭിനയ മികവിനെപ്പറ്റി വിലയിരുത്താൻ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ പലപ്പോഴും ഒരു അഭിനേതാവ് നല്ല രീതിയിൽ ഡയലോഗ് ഡെലിവറി നടത്തിക്കഴിഞ്ഞാണെങ്കിൽ, നല്ല ഉച്ചാരണ ശുദ്ധി ഉണ്ടെങ്കിൽ, നല്ല ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല വോയിസ് മോഡുലേഷൻ ഉണ്ടെങ്കിൽ അയാൾ നല്ല അഭിനേതാവാണെന്ന് അംഗീകരിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയിട്ടുള്ള ഒരുപാട് നടന്മാർക്ക് ഈ ഒരു സവിശേഷതയുണ്ട്. അതുകൊണ്ട് തന്നെ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് ചേക്കേറിയിട്ടുള്ള പല നടന്മാരെയും നമ്മൾ മികച്ച നടന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അവർ മികച്ച നടന്മാർ തന്നെയാണ്. എന്നാൽ നാടക പാരമ്പര്യം ഇല്ലാത്ത നടന്മാർ മോശം അഭിനേതാക്കളാണെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ നാടകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത നടന്മാരാണ്. അവർ മലയാള സിനിമയിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരായിട്ട് അറിയപ്പെടുന്നവരുമാണ്. അപ്പോൾ കാര്യം ഇതൊന്നുമല്ല. നമ്മൾ മലയാളികൾക്ക് ഒരു നടനെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ നടൻ വളരെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി മലയാളം സംസാരിക്കണമെന്നുണ്ട്. അതേപോലെ തന്നെ ആ നടൻ വളരെ ഘനഗാംഭീര്യമായുള്ള ശബ്ദവും അല്ലെങ്കിൽ വളരെ നല്ല വോയിസ് മോഡുലേഷനോട് കൂടിയുള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റീസ് വേണ്ടത്ര ഇല്ലാത്ത ചില നടന്മാരെ നമ്മൾ മഹത്തായ നടന്മാരായിട്ട് അംഗീകരിക്കാൻ ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇന്നും മലയാള സിനിമയിൽ സജീവമായുള്ള പല നടന്മാരെയും നമ്മൾ അവരുടെ അഭിനയ മികവിനെ പറ്റി ഗ്ലോറിഫൈ ചെയ്യപ്പെടാത്തത് ഇങ്ങനെ ചില ചെറിയ പോരായ്മ ഉള്ളതുകൊണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മലയാളികൾ പല യുവതാരങ്ങളെയും അവരുടെ അഭിനയ മികവിനെ പറ്റി വാഴ്ത്താറുണ്ട്. അങ്ങനെ വാഴ്ത്തപ്പെടുന്ന മലയാള യുവ നടന്മാർ പലരും വോയിസ് ഡെലിവറിയിൽ പെർഫെക്റ്റാണ്, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വോയിസ് മോഡുലേഷനും ഡയലോഗ് ഡെലിവറിയും ഒക്കെ വശമുള്ളവരാണ്. എന്നാൽ ഈ ഒരു ക്വാളിറ്റി വേണ്ടത്ര ഇല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ ചില നടന്മാരെയെങ്കിലും അവരുടെ കാറ്റഗറിയിൽ പെടുത്താതെ, അവരെ ആ അഭിനേതാക്കളുടെ അഭിനയ മികവിനെ ഗ്ലോറിഫൈ ചെയ്യാതെ, അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടനാണ് നമ്മുടെ പ്രിയ താരം ആസിഫ് അലി. തൊടുപുഴയിൽ നിന്നും കൊച്ചിയിലേക്ക് സിനിമാ മോഹവുമായിട്ട് വണ്ടി കയറിയ ആസിഫ് അലി കരിയറിൻ്റെ തുടക്കത്തിൽ ഒരു ചാനൽ അവതാരകനായിരുന്നു. പിന്നീട് സിനിമാ മോഹങ്ങൾ പൂവണിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് സിബി മലയിലിൻ്റെയും ശ്യാമപ്രസാദിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയൊക്കെ സിനിമകളിൽ അഭിനയിക്കാൻ അവസരങ്ങൾ ലഭിച്ചു. അദ്ദേഹം തൻ്റെ കരിയറിൽ നിരവധി നല്ല നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച പല സിനിമകളും സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള പല സിനിമകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും ആസിഫ് അലി എന്ന നടൻ്റെ അഭിനയ മികവിനെ നമ്മൾ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ വേണ്ടത്ര രീതിയിൽ അംഗീകരിക്കുകയോ അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആസിഫ് അലി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിക്കപ്പെട്ട സിനിമകളെക്കുറിച്ചുമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ആസിഫ് അലി എന്ന നടൻ്റെ ഒരു ഫിലിമോഗ്രാഫി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലെ മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള പല നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ഫിലിമോഗ്രാഫിയെ പറ്റി ഞാൻ വീഡിയോസ് ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ഞാൻ ഒരു ഫിലിമോഗ്രാഫി എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾ കാണാത്ത ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവയെല്ലാം നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ആസിഫ് അലി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള ഏറ്റവും മികച്ച 5 സിനിമകളാണ്. അതേതാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 5, ഹണി ബി. കരിയറിൻ്റെ തുടക്കത്തിൽ പ്രശസ്തരായ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെങ്കിലും ആസിഫ് അലിയുടെ ആദ്യ സോളോ ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഹണി ബിയെയാണ്. മൾട്ടി സ്റ്റാർ സിനിമകളിൽ അഭിനയിച്ചു പോന്നിരുന്നതിനാൽ ആസിഫ് അലിയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും സിനിമയിലെ പ്രൊട്ടാഗണിസ്റ്റ് ആവാറില്ലായിരുന്നു. എന്നാൽ ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്ത് 2013 റിലീസായ ഹണി ബിയിലെ സബാൻ ആസിഫ് അലിയുടെ കരിയറിലെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറിയ കഥാപാത്രമായിരുന്നു. വമ്പൻ വിജയം നേടിയ ഈ ചിത്രം 2013 ടോപ്പ് ഗ്രോസിംഗ് മലയാളം സിനിമകളിലൊന്നായിരുന്നു. നമ്പർ 4, ഉയരെ. കുറഞ്ഞ സ്ക്രീൻ സ്പേസ് ആണെങ്കിലും ഒരു സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കാനാവുന്ന പ്രകടനം തനിക്ക് കാഴ്ചവെക്കാനാവുമെന്ന് ആസിഫ് അലി തെളിയിച്ച സിനിമയാണ് ഉയരെ. പാർവതി തിരുവോത്ത് കേന്ദ്ര കഥാപാത്രമായ സിനിമയിൽ അവരുടെ കാമുകനായി റൊമാൻസും ഇമോഷൻസും അവതരിപ്പിച്ച ഗോവിന്ദ് എന്ന കഥാപാത്രം പിന്നീട് കാമുകിയെ ആസിഡ് അറ്റാക്ക് ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് മാറുന്ന ട്രാൻസിഷനൊക്കെ ഗംഭീരമായി അവതരിപ്പിക്കാൻ ആസിഫ് അലിക്ക് സാധിച്ചിട്ടുണ്ട്.
സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും ഒരേപോലെ നേടിയ ഉയരെ ആസിഫ് അലിയുടെ മികച്ച പ്രകടനം നമുക്ക് കാണിച്ചു തന്ന സിനിമയാണ്. നമ്പർ 3, 2018 എവരിവൺ ഈസ് എ ഹീറോ. സിനിമയുടെ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഉപനായകനായി അഭിനയിച്ചെങ്കിലും നായകനെപ്പോലെ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഹീറോ പരിവേഷമുള്ള കഥാപാത്രത്തെ അനശ്വരമാക്കാൻ ആസിഫ് അലിക്ക് സാധിച്ചിരുന്നു. മുക്കോ കുടുംബത്തിൽ നിന്നും മോഡലിംഗ് സ്വപ്നവുമായി നടക്കുന്ന നിക്സൺ പ്രളയത്തെ തുടർന്ന് ജീവൻ രക്ഷകനായി മാറുന്ന നായക പരിവേഷത്തിലെത്തുമ്പോൾ ആസിഫ് അലിയിലെ നടന മികവിനെ പ്രേക്ഷകർക്ക് കാണാനാവുന്നു. 200 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുകയും ഓസ്കാർ വരെ മത്സരിക്കുകയും ചെയ്ത 2018 പ്രകടനം ആസിഫ് അലിയുടെ കരിയറിലെ ഒരു പൊൻതൂവലാണ്. നമ്പർ 2, കിഷ്കിന്ധാകാന്ഡം. 1.5 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നായകനായും ഉപനായകനായും വില്ലനായുമൊക്കെ അഭിനയിച്ച ആസിഫ് അലി സമീപകാലത്തിറങ്ങിയ പല സിനിമകളിലും തൻ്റെ അഭിനയത്തിലെ വേഴ്സിറ്റാലിറ്റി തെളിയിച്ചിട്ടുണ്ട്. തൻ്റെ ആക്ടിങ്ങിലെ പല പോരായ്മകളും പരിഹരിച്ച് കൂടുതൽ പെർഫെക്ഷൻ ആക്ടിങ്ങിൽ കൊണ്ടുവരാൻ ആസിഫ് അലിക്കായിട്ടുണ്ടെന്ന് തെളിയിച്ച സിനിമയാണ് ഈ ഓണത്തിന് റിലീസായ കിഷ്കിന്ധാകാന്ഡത്തിലെ പ്രകടനം തെളിയിക്കുന്നത്. ഏറെ നിഗൂഢതയുള്ള ഈ ഡ്രമാറ്റിക് ത്രില്ലർ ചിത്രത്തിൽ അജയ് ചന്ദ്രനായി തകർത്തഭിനയിച്ച ആസിഫ് അലിയുടെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റി. ആസിഫ് അലിയിലെ കരുത്തുറ്റ അഭിനയപാഠവും ഇനിയുള്ള സിനിമകളിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം. നമ്പർ 1, കെട്ടിയോളാണെൻ്റെ മാലാഖ. ആസിഫ് അലിക്ക് മാത്രമേ ചെയ്യാനാവൂ എന്ന് പറയാൻ തോന്നുന്ന വിധത്തിൽ ഏറ്റവും റിയലിസ്റ്റിക്കായും പെർഫെക്റ്റായും അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച കഥാപാത്രമാണ് കെട്ടിയോളാണെൻ്റെ മാലാഖയിലെ സ്ലീവാച്ചൻ. അന്നേ വരെ നമ്മൾ കണ്ട ആസിഫ് അലിയുടെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള വേഴ്സിറ്റാലിറ്റി അദ്ദേഹം പുറത്തെടുത്ത ചിത്രമായിരുന്നു ഇത്. നിസാം ബഷീർ സംവിധാനം ചെയ്ത് 2019 റിലീസായ ഈ ചിത്രം ആസിഫ് അലിയിലെ കഴിവ് തെളിയിക്കാൻ ലഭിച്ച ഏറ്റവും മികച്ച അവസരമായിരുന്നു. അത് വളരെ നന്നായി ഉപയോഗപ്പെടുത്തി പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ ആസിഫ് അലിക്ക് സാധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ആസിഫ് അലി എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുള്ള ഏറ്റവും മികച്ച 5 സിനിമകൾ. ഇവയെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ ആ സിനിമകളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഫിലിമോഗ്രാഫിയും ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഈ ചാനൽ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്.